ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 45. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുകയാണ് 2033 ഏപ്രിൽ 5-ാം തീയതി. ആ മഹാജൂബിലിക്ക് ഒരുക്കമായിട്ട് നമ്മൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പഴയ നിയമത്തിൻ്റെ ഒരു ധ്യാനം തുടങ്ങിയിരുന്നു. 45 ദിവസം നമ്മൾ പിന്നിടുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ 3 അധ്യായങ്ങൾ അതിൻ്റെ ചെറിയൊരു വ്യാഖ്യാനം പൂർത്തിയാക്കി. 4-ാമത്തെ അധ്യായം തൊട്ട് കായൻ്റെയും ഹാബലിൻ്റെയും കഥ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ 3 അധ്യായങ്ങളുടെ ഒരു രത്നചുരുക്കം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം ഒരു ഉപസംഹാരമായി നൽകാം എന്ന് കരുതുകയാണ്. ക്രിസ്മസ്, നമ്മുടെ കർത്താവിൻ്റെ ജന്മദിനം, അതിൻ്റെ മഹാജൂബിലിയാണ് കഴിഞ്ഞ വർഷം പൂർത്തിയായത്. 2025 വർഷങ്ങൾ പൂർത്തിയായത്. ക്രിസ്മസ് ആഘോഷിച്ച് അതിൻ്റെ ആലസ്യത്തിൽ നിന്നും വിട്ടുണരുന്നതിന് മുൻപേ സുനാമി തിരമാലകൾ നമ്മുടെ തീരങ്ങളിൽ ആഞ്ഞടിച്ചു. വീടും കുടിലും കുടുംബവും ഉറ്റവരെയും എല്ലാം കടലെടുത്തു. അങ്ങനെ എന്തു ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത സൂസൈപാക്യം പിതാവ് ചെന്നു. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടുള്ള അവരുടെ മുമ്പിൽ പിതാവ് നിന്നു. അവരിൽ ചിലർ പിതാവിനോട് ചോദിച്ചു, പിതാവിൻ്റെ ദൈവം എവിടെ? പിതാവിൻ്റെ ദൈവം എവിടെ? നമ്മൾ മിക്കപ്പോഴും ചില സന്ദർഭങ്ങളിലെങ്കിലും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണിത്. അച്ഛൻ്റെ ദൈവം എവിടെ? അതിന് ഞാൻ ഉത്തരം നൽകാം. അതിനു മുമ്പ് ഈ ചോദ്യം ഞാൻ ഇത് അവതരിപ്പിച്ചത് ഇന്നത്തെ ഉപസംഹാരത്തിന് ഒരു ആമുഖമായിട്ടാണ്. നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, സർവജ്ഞാനിയാണ് ദൈവമെങ്കിൽ, സർവശക്തനാണ് ദൈവമെങ്കിൽ, ആദി മാതാപിതാക്കളായ ആദാമും ഹവ്വയും അറിവിൻ്റെ വൃക്ഷത്തിലെ വിലക്കപ്പെട്ട കനി തിന്ന് പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അവൻ സർവജ്ഞാനിയാണല്ലോ. അങ്ങനെ സർവജ്ഞാനിയായ ദൈവം പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിലക്ക് ഏദൻ തോട്ടത്തിൽ വെച്ചത്? എന്തിനാണ് അറിവിൻ്റെ വൃക്ഷം സ്ഥാപിച്ചത്? പാപത്തെ മാറ്റി നിർത്താനായി ആ അറിവിൻ്റെ വൃക്ഷം സൃഷ്ടിക്കാതിരിക്കല്ലേ ചെയ്യേണ്ടിയിരുന്നത്? അതല്ലേ ദൈവം നന്മയാണെങ്കിൽ, ദൈവം സർവജ്ഞാനിയാണെങ്കിൽ, ദൈവം സർവശക്തനാണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത്? അങ്ങനെ ഒരു വൃക്ഷത്തെ സൃഷ്ടിക്കുകയും അതിലെ ഫലം തിന്നരുന്ന് കൽപ്പിക്കുകയും ചെയ്തത് കൊണ്ടല്ലേ ഈ കഷ്ടാനുഭവങ്ങളും സകല ദുരിതങ്ങളും ലോകത്തിലേക്ക് വന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന്. നിന്റെ ദൈവം എവിടെ? അച്ഛൻ്റെ ദൈവം എവിടെ? മെത്രാൻ്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഒരു ചോദ്യമാണിതും. ഏദൻ തോട്ടത്തിൽ 2 വൃക്ഷങ്ങൾ, ഒന്ന് നല്ലതും ഒന്ന് ചീത്തയും എന്നാണ് പലരുടെയും വിചാരം. ദൈവം ഒരു ജീവൻ്റെ വൃക്ഷം നല്ലതായിട്ടും അറിവിൻ്റെ വൃക്ഷം മോശമായിട്ടും സൃഷ്ടിച്ചുവെന്നാണ്. അങ്ങനെയല്ല. നന്മത്തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം അതിൽ തന്നെ ചീത്തയായിരുന്നില്ല. അത് ശപിക്കപ്പെട്ട വൃക്ഷമായിരുന്നില്ല. വിഷമുള്ളതായിരുന്നില്ല അതിൻ്റെ കനി. അതിൻ്റെ ഫലത്തിന് മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നില്ല. ദൈവം തിന്മയെ സൃഷ്ടിക്കുന്നില്ല, തിന്മയെ അനുവദിക്കുന്നുണ്ടെന്ന് മാത്രം. പെട്ടെന്ന് വചനമറിയുന്ന ആളുകൾ ചിലപ്പോൾ തിരിച്ചു ചോദിക്കും, അങ്ങനെയല്ലല്ലോ അച്ചോ ബൈബിളിൽ പറയുന്നത്. യെശയ്യായുടെ പുസ്തകം 45:7 ഞാൻ നന്മയെ സൃഷ്ടിക്കുന്നു, ഞാൻ തിന്മയെ സൃഷ്ടിക്കുന്നു എന്ന് ദൈവമായി കർത്താവ് പറയുന്നുണ്ടല്ലോ. പാപത്തിൻ്റെ സ്രഷ്ടാവ് ദൈവമാണ് എന്ന് ഒരു ധ്വനി അവിടെ ഇല്ലേ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്ക് റാ എന്നാണ്. അതിന് ധാർമ്മിക തിന്മയെന്ന് മാത്രമല്ല അർത്ഥം. നമ്മൾ ദുരന്തം, ആപത്ത്, ന്യായവിധി എന്നൊക്കെ വിളിക്കുന്ന ആ അർത്ഥമുണ്ട്. രാജ്യങ്ങളെ ഉയർത്തുന്നതും തകർക്കുന്നതും ദൈവമാണ് തിന്മയുടെ കാരണമെന്നല്ല അതിനർത്ഥം. പ്രത്യുത ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് വെളിയിലല്ല യാതൊന്നും എന്നാണ്. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് വെളിയിലല്ല ഒന്നും. തിന്മയെ സൃഷ്ടിച്ച് ദൈവമാണ് എന്ന് പ്രവാചകനിലൂടെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്: അച്ചടക്കവും അനുസരണവും പഠിപ്പിക്കാൻ പ്രകൃതി ദുരന്തങ്ങളും ന്യായവിധികളും ദൈവം നടപ്പാക്കുന്നുവെന്നാണ്. അനുസരണവും അച്ചടക്കവും മനുഷ്യരെ പഠിപ്പിക്കാൻ പ്രകൃതി ദുരന്തങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റാ എന്ന വാക്കിന്
പ്രകൃതി ദുരന്തം, അത്യാപത്ത് എന്നർത്ഥമുണ്ട്. ന്യായവിധി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ദൈവം പ്രപഞ്ചത്തെ ഉപയോഗിച്ച് മനുഷ്യരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നാണ് ഞാൻ തിന്മയെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം. അവിടെ തിന്മ എന്ന് പറയുന്നത് ധാർമ്മിക തിന്മയല്ല, പാപമല്ല. കൊറോണ വൈറസ് വന്നപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെയെന്ന് പലരും ചോദിക്കുകയുണ്ടായി, യുക്തിവാദികളൊക്കെ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു യുക്തിവാദി എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ ദൈവം എവിടെ? അച്ഛൻ്റെ ദൈവം എവിടെ? ഈ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഉത്തരം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് തന്നെയാണ് ഉത്തരം. ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അച്ഛൻ്റെ ദൈവം എവിടെ എന്നുള്ളതിന് ഉത്തരമായിട്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുമ്പോൾ അച്ഛൻ്റെ ദൈവം എവിടെ എന്ന് ഉത്തരം കിട്ടും. ചോദിക്കു വച്ചോ. താങ്കൾ, യുക്തിവാദിയോട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ എന്നാണ് മരിക്കുക? ആൾക്ക് ഉത്തരമില്ല. എവിടെ വെച്ചാണ് മരിക്കുക? ഉത്തരമില്ല. എങ്ങനെയാണ് മരിക്കുക താങ്കൾ? അതിന് ഉത്തരമില്ല. വണ്ടി ഇടിച്ചാണോ? വിഷം കഴിച്ചാണോ? ഉരുൾപൊട്ടലാണോ? സുനാമിയാണോ? ബോംബ് വീണാണോ? എങ്ങനെയാണ് താങ്കൾ മരിക്കുക? അതോ കാരണമൊന്നുമില്ലാതെ അങ്ങനെയും വളരെ കുഴഞ്ഞു വീണ് മരിക്കാം? കാരണമുണ്ട്, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇതിനൊന്നും ഉത്തരമില്ല. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥൻ ദൈവമാണ്. നാം ഓരോരുത്തരും എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ മരിക്കണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. ലോകത്ത് ആരും മരിക്കുകയില്ലെങ്കിൽ ഈ സുനാമിയിൽപ്പെട്ടവരും ഉരുൾപൊട്ടലിൽ പെട്ടുപോയവരും മാത്രമാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചോദ്യം ശരിയാണ്. അച്ഛൻ്റെ ദൈവം എവിടെ? മെത്രാൻ്റെ ദൈവം എവിടെ? അതല്ല, എല്ലാവരും മരിക്കുമെങ്കിൽ അത് എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് എന്ന് തീരുമാനിക്കുന്ന ദൈവമാണെങ്കിൽ അച്ഛൻ്റെ ദൈവം എവിടെ? മെത്രാൻ്റെ ദൈവം എവിടെ? നിങ്ങളുടെ ദൈവം എവിടെ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. നാം എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് മരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ദൈവമാണ്. അപ്പോൾ സുനാമിയിൽ പെട്ട് മരിക്കണമെന്നാണ് കുറച്ച് പേരുള്ളത്. വേറെ ചിലർ കൊറോണ വൈറസിലാണ്, വേറെ ചിലർ ഉരുൾപൊട്ടലിലാണ്. നമ്മളെങ്ങനെ മരിക്കണമെന്ന് ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം, ചിലപ്പോൾ വേറെ വല്ല രോഗമായിരിക്കാം. അപ്പോൾ ഇത് ദൈവമാണ്, ആത്യന്തികമായിട്ട് ദൈവമാണ് നിശ്ചയിക്കുന്നത്. ചരിത്രത്തിലെയും ജീവിതത്തിലെയും സകല സാഹചര്യങ്ങളും, അത് നന്മയായി തോന്നുന്നതോ തിന്മയായി തോന്നുന്നതോ, ദൈവത്തിൻ്റെ അനന്ത പരിപാലനയുടെ ഭാഗമാണ്. എങ്കിലും നിഷ്കരണമായി ഊറ്റം കൊള്ളാൻ ദൈവം തിന്മയെ അനുവദിക്കാറില്ല. അത് ചെയ്യില്ല. ദൈവം ഒരു പരിധി കൽപ്പിച്ചിട്ടുണ്ട്. നിഷ്കരണമായി ഊറ്റം കൊള്ളാൻ ദൈവം ഒരു തിന്മയെയും അനുവദിക്കില്ല. അതെ, ദൈവം തിന്മ അനുവദിക്കുന്നു. തിന്മയെ സൃഷ്ടിക്കല്ല, തിന്മ അനുവദിക്കുന്നു. എന്തിനാണ് ഈ അറിവിൻ്റെ വൃക്ഷം സ്ഥാപിച്ചത്? അതാണ് ചോദ്യം. അറിവിൻ്റെ വൃക്ഷവും അതിൽ തന്നെ നല്ലതായിരുന്നു, അത് തിന്മയായിരുന്നില്ല, അതിൽ തന്നെ തിന്മയായിരുന്നില്ല. അതിനാൽ വൃക്ഷത്തിലല്ല പാപം ഇരിക്കുന്നത്, മനുഷ്യൻ്റെ തീരുമാനത്തിലാണ്. അതേസമയം ഈ വൃക്ഷം പ്രതിനിധാനം ചെയ്യുന്നൊരു വിശേഷപ്പെട്ട സംഗതിയുണ്ട്, ഒരു സവിശേഷതയുണ്ട് ഈ വൃക്ഷത്തിന്. വൃക്ഷം ഒരു പ്രതീകമാണെന്ന് അറിയാലോ. ഈ നന്മത്തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്നാണ് പറഞ്ഞത്. നന്മത്തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം വേറൊരു വൃക്ഷമല്ല. ആദാമും ഹവ്വയും എന്താണ് നന്മയെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. നന്മത്തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമാണ് ഈ വൃക്ഷമെന്ന് പറഞ്ഞല്ലോ. ആദാമും ഹവ്വയും നന്മ എന്തെന്ന് അറിഞ്ഞിട്ടുണ്ട്. അവർക്ക് ചുറ്റുമുള്ളതെല്ലാം നല്ലതായിരുന്നു, നന്മയായിരുന്നു. സകല ആനന്ദങ്ങളുടെയും കൃപകളുടെയും ഏദൻ തോട്ടത്തിലാണല്ലോ അവർ പാർത്തിരുന്നത്. അതുകൊണ്ട് നന്മ എന്താണെന്ന് അവർക്കറിയാം. തിന്മ നിലനിൽക്കുന്നുണ്ടെന്നും അവർക്കറിയാം, നിലനിൽക്കുന്നുണ്ടെന്ന്. വിലക്കപ്പെട്ട കനി തിന്നുന്ന ദിവസം അവർ മരിക്കുമെന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഉൽപ്പത്തി 2:17. എന്നാൽ ആ അറിവ്, അതായത് തിന്മ നിലനിൽക്കുന്നുണ്ട് എന്ന അറിവ്, അതൊരു ബുദ്ധിപരമായ ജ്ഞാനമാണ്, ബൗദ്ധിക ജ്ഞാനം എന്ന് പറയും. തിന്മയെ അവർ അനുഭവത്തിലൂടെ അറിഞ്ഞിട്ടില്ല, ഉണ്ടെന്നറിയാം. ആ തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന് ബുദ്ധിപരമായ അറിവുണ്ട്. തൊട്ടു നോക്കുമ്പോൾ അനുഭവത്തിലൂടെ ജ്ഞാനം വരും. അപ്പോൾ ഈ ബുദ്ധിപരമായ അറിവും അനുഭവജ്ഞാനത്തിലുള്ള അറിവും രണ്ടും വ്യത്യാസമുണ്ട്. തിന്മ നിലനിൽക്കുന്നുണ്ട് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, തിന്മയുണ്ട്, തിന്മ അനുവദിച്ചിട്ടുണ്ട് ദൈവം. പക്ഷെ അത് ബുദ്ധിപരമായ അറിവാണ് ആദാമിനും ഹവ്വയ്ക്കും. അനുഭവത്തിലുള്ള ഇത് വന്നിട്ടില്ല. സർവജ്ഞാനിയായ ദൈവത്തിന് പാപം ചെയ്യാതെ തന്നെ പാപം എന്തെന്നറിയാമായിരുന്നു. അതാണ് സർവജ്ഞാനം എന്ന് പറയുന്നത്. അവന് അനുഭവജ്ഞാനം വേണ്ട. അത് സർവജ്ഞാനത്തിൻ്റെ, ദൈവത്തിൻ്റെ സവിശേഷതയാണ്. കാരണം ദൈവം പരിപൂർണനും
പരമമായ നന്മയും പരമപരിശുദ്ധനും സർവശക്തനുമൊക്കെ ആയതുകൊണ്ട്, അനന്തതയുള്ള സ്രഷ്ടാവായതുകൊണ്ട് എന്താണ് പാപമെന്ന് പാപം അനുഭവിച്ചറിയാതെ തന്നെ ദൈവത്തിനറിയാം. പക്ഷെ ആദാമും ഹവ്വയും സൃഷ്ടിയാണ്, പരിമിതികളുള്ളവരാണ്. അവർ തിന്മ എന്തെന്ന് ബുദ്ധിപരമായ അറിവ് അതിനെ അനുഭവിച്ചറിയാനും കൂടി അനുഭവിച്ചറിഞ്ഞാൽ സംഭവിക്കുക വേദനയുടെയും ക്ലേശങ്ങളുടെയും മരണത്തിൻ്റെയും ലോകത്തിലേക്കാണ് അവർ പ്രവേശിക്കുക. അനുഭവത്തിലൂടെ തിന്മ എന്തെന്നറിഞ്ഞാൽ അവർ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കും. വേദനയുടെയും ക്ലേശങ്ങളുടെയും കഷ്ടാനുഭവങ്ങളെയും സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ശൂന്യതയുടെയും ഒരു ലോകത്തേക്ക് പ്രവേശിക്കും. അവർ വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ എന്താണ് തിന്മയെന്ന് ഉള്ളിൽ നിന്നറിഞ്ഞു. ഉള്ളിൽ നിന്ന് അവരും അവരോടൊപ്പം വംശം മുഴുവനും മലീമസമാവുകയായിരുന്നു. അത് ബുദ്ധിപരമായ ബൗദ്ധികമായ ഒരു ജ്ഞാനമല്ല, അനുഭവജ്ഞാനമാണ്. ഇപ്പം നമുക്കറിയാം സയനൈഡ് കൊടും വിഷമാണെന്ന് ബൗദ്ധികമായിട്ട് നമുക്കറിയാം, ബുദ്ധിപരമായി നമുക്കറിയാം. അത് അനുഭവിച്ചെന്നറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് കഴിച്ചാലോ, അതിൻ്റെ രുചി എന്തെന്ന് എഴുതാമെന്ന് വെച്ചിട്ടൊന്ന് കഴിച്ചാലോ ആ സെക്കൻഡിൽ മരിക്കും. അപ്പോൾ ഈ അനുഭവജ്ഞാനവും ബുദ്ധിപരമായ ജ്ഞാനം തമ്മിൽ വ്യത്യാസമുണ്ടെന്ന കാര്യം ബോധ്യമായല്ലോ. അതായത് തിന്മയുണ്ട്, ലോകത്ത് തിന്മയുണ്ട്, അത് വേണം. എന്തിനാണ് നമ്മൾ പറയാൻ പോകുകയാണ്. മനുഷ്യർക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം, അതാണ് അറിവിൻ്റെ വൃക്ഷം നൽകുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം. അത്തരം സ്വാതന്ത്ര്യമില്ലാതെ സ്നേഹമില്ല. സ്നേഹമുണ്ടോ? സ്നേഹവും സ്വാതന്ത്ര്യവും ഇല്ലെങ്കിൽ മനുഷ്യരുണ്ടോ? ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിലിപ്പം ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. എന്തുകൊണ്ട് ആനയെ കോടതിയിൽ ഹാജരാക്കി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ശിക്ഷിക്കുന്നില്ല? തെരുവ് പട്ടികൾ മനുഷ്യരെ കടിച്ച് കീറി കൊല്ലുന്നു, കടുവ മനുഷ്യരെ കൊല്ലുന്നു. എന്തുകൊണ്ടാണ് ഇവയൊക്കെ കോടതിയിൽ ഹാജരാക്കാത്തത്, ശിക്ഷിക്കാത്തത്? അവയ്ക്ക് സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് തന്നെ നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള കഴിവില്ല. അപ്പോൾ സ്നേഹവും സ്വാതന്ത്ര്യവും ഇല്ലെങ്കിൽ മനുഷ്യരില്ല. നന്മയും തിന്മയും തിരിച്ചറിയാനും തിന്മയെ വർജിച്ച് നന്മയെ സ്വീകരിക്കാനുമുള്ള കപ്പാസിറ്റിയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ സ്നേഹമില്ല. സ്നേഹം ഒരു തീരുമാനമാണ്, വികാരം മാത്രമല്ല. സ്നേഹത്തെ വികാരമായി ചുരുക്കുമ്പോഴാണ് പ്രശ്നം. തീരുമാനമായാൽ കറക്റ്റായി. സ്നേഹം ഒരു തീരുമാനമാണ്. അത് തീരുമാനിക്കണമെങ്കിൽ സ്വാതന്ത്ര്യം വേണം. മനുഷ്യരാക്കുന്നത് വിശേഷബുദ്ധിയും സ്നേഹവും സ്വാതന്ത്ര്യവുമാണ്. എന്ന് വെച്ചാൽ അനുസരിക്കാനോ അനുസരിക്കാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ലാതെ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ, അനുസരിക്കാനോ അനുസരിക്കാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ലാതെ ദൈവം സൃഷ്ടിച്ചിരുന്നെങ്കിൽ, അതായത് അനുസരിക്കാൻ മാത്രം അറിയുന്ന ഒരു വസ്തുവായിട്ട് സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഒരു റോബോട്ട് പോലെയാവും. നമ്മളിപ്പോൾ AI ടൂൾ എന്നൊക്കെ പറയില്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ട് അനുസരിക്കാൻ വേണ്ടി ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതങ്ങനെ ചെയ്യും. സ്വാതന്ത്ര്യമില്ലാതെ സ്നേഹമില്ല എന്ന കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. യഥാർത്ഥമായ എല്ലാ ബന്ധങ്ങളിലും തിരഞ്ഞെടുപ്പുള്ള സ്വാതന്ത്ര്യം വേണം. അത് സൗഹൃദമായാലും ദാമ്പത്യമായാലും കുടുംബ ബന്ധങ്ങളിലായാലും. എൻ്റെ കാറ് എന്നെ അനുസരിക്കും, എൻ്റെ ഈ പുസ്തകം എന്നെ അനുസരിക്കും എന്നൊക്കെ, എൻ്റെ പശു എന്നെ അനുസരിക്കും എന്നൊക്കെ പറയുമോ? കണ്ടീഷൻ ചെയ്യും. നമ്മൾ ആലങ്കാരികമായിട്ട് പറയും, പക്ഷേ യഥാർത്ഥത്തിൽ ശരിയല്ലല്ലോ. അപ്പോൾ കാറിന് എന്നോട് സ്നേഹമുണ്ടെന്നും പുസ്തകത്തിന് എന്നോട് താല്പര്യമുണ്ടെന്നും എന്നും നമ്മൾ പറയില്ല. കാരണം അവയ്ക്കൊന്നും സ്വാതന്ത്ര്യമില്ല, തിരഞ്ഞെടുപ്പിനുള്ള സാധ്യതയില്ല. അവർക്ക് സ്നേഹിക്കാനോ സ്നേഹിക്കാതിരിക്കാനോ പറ്റത്തില്ല. മനുഷ്യൻ സ്വതന്ത്രമായി ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. അങ്ങനെയാണല്ലോ വേണ്ടത്. ദൈവത്തെ സ്നേഹിക്കാനോ സ്നേഹിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഒരു തിരഞ്ഞെടുപ്പുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് വേണ്ടേ? എങ്കിലല്ലേ മനുഷ്യനാകൂ. അല്ലെങ്കിൽ മറ്റേത് വസ്തുവിനെ പോലെയും ഏത് മൃഗത്തെ പോലെയും ആയിപ്പോകും മനുഷ്യൻ. ദൈവത്തെ വിശ്വാസത്തിലെടുത്ത് അവനെ അനുസരിക്കാനോ ദൈവത്തെ ധിക്കരിച്ച് അവനെ വിട്ടകന്ന് സ്വയംഭരണ അവകാശം പ്രഖ്യാപിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം മനുഷ്യന് വേണമായിരുന്നു. എങ്കിലേ മനുഷ്യനാകുമായിരുന്നുള്ളൂ. അപ്പം മനുഷ്യൻ സ്വന്തം തീരുമാനപ്രകാരം ദൈവത്തെ അനുസരിക്കണമായിരുന്നു. മനുഷ്യൻ സ്വന്തം തീരുമാനപ്രകാരം ദൈവത്തെ അനുസരിക്കണമായിരുന്നു. അല്ലാതെ ഒരു കീ കൊടുത്തിട്ട് തന്നെ അനുസരിക്കാൻ വേണ്ടി കീ കൊടുത്തിട്ട് റോബോട്ടായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചത്. അങ്ങനെ സൃഷ്ടിച്ചാൽ മനുഷ്യൻ വസ്തുവായിട്ട് മാറും. ഒരു ഭോഗവസ്തു എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു വസ്തുവായിട്ട് മാറും. മനുഷ്യനാകില്ല, ആളാവില്ല. അതിനു വേണ്ടിയാണ് അറിവിൻ്റെ വൃക്ഷം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലേ? മനുഷ്യൻ സ്വന്തം തീരുമാനപ്രകാരം ദൈവത്തെ അനുസരിക്കണമായിരുന്നു. സ്വന്തം തീരുമാനപ്രകാരം വേണമെങ്കിൽ ദൈവത്തെ ധിക്കരിക്കാനും സാധിക്കും. അതാണ്
ഈ അറിവിൻ്റെ വൃക്ഷം എന്നുള്ള അത് സ്വാതന്ത്ര്യം എന്ന ഫാക്കൽറ്റിയാണ്. അപ്പോഴും നമ്മുടെ ചോദ്യത്തിന് പകുതി ഉത്തരമായിട്ടുള്ളൂ. മുമ്പ് ചോദിച്ച ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. മനുഷ്യൻ പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നെങ്കിൽ മനുഷ്യൻ്റെ പാപത്തിന് ദൈവം ഉത്തരവാദിയല്ലേ? അച്ഛൻ്റെ ദൈവം എവിടെ? മെത്രാൻ്റെ ദൈവം എവിടെ? മനുഷ്യൻ പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നെങ്കിൽ മനുഷ്യൻ്റെ പാപത്തിന് ദൈവം ഉത്തരവാദിയല്ലേ? അല്ല. കാരണം അറിയുന്നതും കാരണക്കാരനാകുന്നതും രണ്ടും രണ്ടാണ്. നോയിങ് ഈസ് നോട്ട് ദ സെയിം ആസ് കോസിങ്. അറിയുക എന്ന് പറയുന്നതും കാരണഭൂതനാവുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തേക്കാം എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. പക്ഷേ അത് ദുരുപയോഗം ചെയ്യാനുള്ള തീരുമാനം ദൈവത്തിൻ്റെതല്ല, മനുഷ്യൻ്റെതാണ്. സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തേക്കാം എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. പക്ഷേ അവൻ ദുരുപയോഗം ചെയ്യണം എന്ന തീരുമാനം ദൈവത്തിൻ്റെ അല്ല, അത് മനുഷ്യൻ്റെയാണ്. മനുഷ്യൻ പാപം ചെയ്യണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. മുൻകൂട്ടി അങ്ങനെ ഒരു പാപം ചെയ്യാനുള്ളൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് മനുഷ്യന് മുമ്പിൽ വെക്കുന്നുമില്ല. മാനസികമായി ഉദാഹരണം പറയാം. തീർച്ചയായിട്ടും അതിന് പരിമിതിയുണ്ട്, കാരണം മാനസികമായ പരിമിതികൾ ഉണ്ടല്ലോ. എങ്കിലും ഉദാഹരണം പറയാം. തീ അപകടമാണ്, തീയിൽ തൊടരുത് എന്ന് അപ്പൻ മകനോട് പറയുന്നു. തീ അപകടമാണ്, പൊള്ളും, അതിൽ തൊട്ടാൽ പൊള്ളുമെന്ന് അപ്പൻ അറിയാം. പക്ഷേ ആ അറിവ് മുൻകൂട്ടിയുള്ള ആസൂത്രണമല്ലല്ലോ. അവൻ തൊട്ടിരിക്കണം, അവൻ തീയിൽ തൊട്ട് പൊള്ളണം എന്ന് അപ്പൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. തീയിൽ തൊട്ടാൽ പൊള്ളും, അത് അപകടമാണ് എന്ന് അപ്പൻ അറിയാം. അപ്പൻ അറിയാമെന്ന് വിചാരിച്ചിട്ട് അപ്പൻ തീരുമാനിച്ചിട്ടുണ്ടോ മകൻ ഈ തീയിൽ തൊട്ട് പൊള്ളണമെന്ന്? ഇല്ല. അപ്പോൾ അറിവ് എന്ന് പറയുന്നതും കാരണക്കാരനാകുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. മനുഷ്യൻ പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നെങ്കിലും മനുഷ്യൻ്റെ പാപത്തിന് ഉത്തരവാദി ദൈവമല്ല, മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ പാപം ചെയ്യണമെന്ന് ദൈവം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് അവനെ ഏൽപ്പിച്ചിട്ടില്ല. തീർന്നില്ല. ദൈവം വെറുമൊരു കൽപ്പന കൊടുക്കുകയായിരുന്നില്ലല്ലോ. പ്രത്യുത കൽപ്പന ധിക്കരിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് വാത്സല്യവും കരുതലും അലിവുമുള്ളൊരു അപ്പനെ പോലെ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അത് തിന്നുന്ന ദിവസം തീർച്ചയായും നീ മരിക്കും. തീർച്ചയായും മരിക്കും നമ്മുടെ തർജ്ജമയാണ്. നീ ചത്തുകൊണ്ട് മരിക്കുമെന്നാണ് അവിടെ ശരിക്ക്. ഡൈയിങ് യു വിൽ ഡൈ എന്നാണ്. നീ ചത്തുകൊണ്ട് മരിക്കും, അല്ലെങ്കിൽ മരിച്ചുകൊണ്ട് ചാവും. അതായത് അവസാനം മരിക്കുന്നു മാത്രമല്ല, ഇത് തിന്നുന്ന ദിവസം തൊട്ട് പിന്നെ നിന്റെ ഇല്ലേ ജീവിച്ചിരിക്കലേ തന്നെ നീ ചത്തു കഴിഞ്ഞു. പിന്നെ അവസാനം അത് ശരിക്കും തീരുകയാണ്. ചത്തുകൊണ്ട് മരിക്കും, അല്ലെങ്കിൽ മരിച്ചുകൊണ്ട് ചാവുമെന്നാണ്. ഭാവിയിൽ ശാരീരികമായി മരിക്കുമെന്ന് മാത്രമല്ല അതിനർത്ഥം. അപ്പോൾ ആ വിലക്കപ്പെട്ട ആ കൽപ്പന ലംഘിക്കുന്ന നിമിഷം മുതൽ അവർ ആധ്യാത്മികമായി മരിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുക, അസ്തിത്വ ശൂന്യതയുണ്ടാവുക, എന്തിന് ജീവിക്കുന്നെന്നറിയാതെ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കേണ്ടി വരിക. ഇവയാണ് ആധ്യാത്മിക മരണം എന്ന് പറയണേ. നമ്മളെല്ലാവരും ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ ഈ ശൂന്യത, അസ്തിത്വ എന്താ പറയുക, അസ്തിത്വ ദുഃഖം. എന്തിനാണ് ഇല്ലേ, എന്തിനാണ് ജീവിക്കുന്നത്? മക്കൾ നോക്കാനില്ല, ഭർത്താവ് നോക്കാനില്ല, ഭാര്യ നോക്കാനില്ല, എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ് ഈ പണം മുഴുവൻ എന്നെല്ലാം ചിലപ്പോഴെങ്കിലൊക്കെ ചിന്തിച്ചു പോകില്ലേ? അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരേ ജോലി, ജീവിതത്തിൽ 90% ജോലി, ഉറങ്ങാൻ നേരമില്ല, സ്ട്രെസ്സ്, മറ്റത് മറിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു ദുരന്തമാണല്ലോ. ഇതിനൊക്കെയാണ് ഈ ആധ്യാത്മിക മരണം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ മനുഷ്യന് സന്തോഷങ്ങൾ വിലക്കുകയായിരുന്നില്ല ദൈവം. പ്രത്യുത തിന്മയിൽ നിന്ന് അവനെ മാറ്റി നിർത്തുകയായിരുന്നു ദൈവത്തിൻ്റെ ലക്ഷ്യം. ദൈവം സ്രഷ്ടാവാണ്, വാത്സല്യനിധിയായ പിതാവാണ്, കരുതലുള്ള അപ്പനാണ്. മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യൻ സൃഷ്ടിയാണ്. അതിനാൽ ദൈവവും മനുഷ്യൻ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. എന്താണ് ഉടമ്പടി? ദൈവത്തെ വിശ്വാസത്തിലെടുത്ത്, അവൻ സ്രഷ്ടാവാണ്, വാത്സല്യനിധിയാണ്, കരുതലുള്ളവനാണ്, നന്മയുള്ളവനാണ്, നല്ലവനാണ്. ആ ദൈവത്തെ വിശ്വാസത്തിലെടുത്ത് അവനെ അനുസരിച്ചാൽ അതിൻ്റെ പ്രതിഫലം ഗംഭീരമാണ്. അനശ്വര ജീവൻ, സമൃദ്ധമായ ജീവൻ, ദൈവവുമായുള്ള പൂർണ്ണമായ ഐക്യത അഥവാ സംയോജനം. അതാണ് അതിൻ്റെ വാഗ്ദാനം. പ്രതിഫലം വളരെ ഗംഭീരമാണ്. ദൈവത്തെ വിശ്വാസത്തിലെടുത്ത് അവൻ അനുസരിച്ചാൽ സമൃദ്ധമായ ജീവൻ, അനശ്വരമായ ജീവൻ, ജീവിതത്തിൻ്റെയും സുഖം. പക്ഷെ വാഗ്ദാനത്തോടൊപ്പം ശിക്ഷയുണ്ടല്ലോ. അതെപ്പോഴും ഒരു ഉടമ്പടിയുടെ ഭാഗമാണ്.
അനുസരണക്കേട് കാണിക്കാനാണ് മനുഷ്യൻ്റെ തീരുമാനമെങ്കിൽ, അനുസരണക്കേട് കാണിക്കാനാണ് ദൈവത്തിൻ്റെ തീരുമാനമെങ്കിൽ മരണമാണ് ശിക്ഷ. മരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സകല ചക്രവാളങ്ങളും ആ ശിക്ഷയിലുണ്ട്. ശാരീരിക മരണം, ആധ്യാത്മിക മരണം, ശാശ്വതമായ മരണം. ഇങ്ങനെ മരണത്തിൻ്റെ സകല ചക്രവാളങ്ങളും. തീർന്നില്ല. ആദ്യത്തെ മനുഷ്യൻ എന്ന നിലയിൽ ആദാം മറ്റെല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായിരുന്നു. 1 കൊരിന്ത്യർ 15:45-48 പറയുന്നുണ്ട്. 2 മനുഷ്യരും മറ്റെല്ലാ മനുഷ്യർക്കും മാനദണ്ഡമാണ്. ആദ്യത്തെ മനുഷ്യനും അവസാനത്തെ മനുഷ്യനും, ആദാമും യേശുക്രിസ്തുവും. ഒരാൾ ഭൂമിയിൽ നിന്നുള്ള മനുഷ്യൻ, മറ്റാൾ സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യൻ. ഒരാൾ താഴെ നിന്ന്, ഒരാൾ മുകളിൽ നിന്ന്. ഒരാൾ മാംസത്തിൻ്റെ മനുഷ്യൻ, മറ്റാൾ ആത്മാവിൻ്റെ മനുഷ്യൻ. ഈ 2 പേരും എല്ലാ മനുഷ്യർക്കും മാനദണ്ഡമാണ്. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ എന്ന നിലയിൽ ആദാമിൽ മറ്റെല്ലാ മനുഷ്യരും സൂക്ഷ്മതലത്തിൽ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യരും അവരിൽ അന്തർലീനമായിരുന്നു. ഈ ആദാം എന്ന മനുഷ്യനിൽ അതിനെ മാനദണ്ഡം എന്ന് പറയണേ. അതിൽ അവൻ്റെ തീരുമാനം എന്തായിരുന്നാലും, അനുസരണമാണെങ്കിലും ധിക്കാരമാണെങ്കിലും സകല മനുഷ്യരെയും ബാധിക്കുന്നു. അതിനെയാണ് ഉത്ഭവഭാവം എന്ന് പറയുന്നത്. റോമാലേഖനം 5:12. വെറും മൃഗതലത്തിലുള്ള ഒരു ജീവി അല്ലല്ലോ മനുഷ്യൻ. ജീവശാസ്ത്രപരമായി മറ്റു മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിക്കാനും മനുഷ്യന് കഴിയില്ല. സൗന്ദര്യവും സാഹിത്യവും കലയും സംഗീതവും ഇതൊന്നും മൃഗലോകത്തിനില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പം നമ്മൾ കേൾക്കുന്ന പോലെയൊന്നും അങ്ങനെ ഇല്ലല്ലോ. തീർച്ചയായിട്ടും ചില വിസ്മയങ്ങളൊക്കെ അവരുടെ ഇടയിലുണ്ട്. പക്ഷെ മനുഷ്യരെ പോലെ ജീവിക്കാൻ മൃഗങ്ങൾക്ക് കഴിയില്ല. മൃഗങ്ങളെപ്പോലെ അധപ്പതിക്കാൻ നമുക്കും കഴിയില്ല. ഈ മനുഷ്യൻ്റെ ഉത്ഭവം പറഞ്ഞിട്ട് ഇങ്ങനെ മനുഷ്യൻ ഇല്ലേ, അതിന് തൊട്ടുപുറകിൽ ഇങ്ങനെ കുരങ്ങുകളുടെ പരിണാമം ഇങ്ങനെ കൊടുത്തിട്ട് ഏതാണ്ട് നമ്മൾ പുറകോട്ട് പോകുന്ന പോലെയാണ്. നമ്മൾ പുറകോട്ടല്ലല്ലോ, മുമ്പോട്ടല്ലേ പോകുന്നത്, പുറകോട്ടല്ലല്ലോ. അപ്പം മൃഗലോകത്തേക്ക് നമ്മൾ തിരിച്ചുവിടുകയല്ല വേണ്ടത്, സ്വർഗ്ഗലോകത്തിലേക്ക് നമ്മൾ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ആൾക്കാരുടെ എല്ലാം ഈ നമ്മൾ പരിണമിച്ചുണ്ടായെന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ പുറകോട്ട് പോകുക എന്നാണ്. നമ്മൾ പുറകോട്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് മുമ്പോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ചിമ്പാൻസിയാണ്, മനുഷ്യക്കുരങ്ങാണ് എന്നെല്ലാം പറയുന്നതിനകത്ത് ശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു വിവരക്കേടാണ്. നമുക്ക് പുറകോട്ട് പോകാൻ കഴിയത്തില്ല, മുൻപോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവവുമായും മറ്റു മനുഷ്യരുമായും ബന്ധത്തിലേ മനുഷ്യന് അസ്തിത്വമുള്ളൂ. ദൈവവുമായും മറ്റു മനുഷ്യരുമായുള്ള ബന്ധത്തിലേ മനുഷ്യന് അസ്തിത്വമുള്ളൂ. ഈ ബന്ധം അനുഭവ തലത്തിലാണ് വേണ്ടത്. അനുഭവ തലത്തിൽ അപ്പോഴാണ് സമൃദ്ധമായ ജീവൻ നമുക്കുണ്ടാകുക. ഞാൻ വന്നത് ജീവൻ നൽകാനാണ്, സമൃദ്ധമായ ജീവൻ. ഏതെങ്കിലും ജീവനല്ല, സമൃദ്ധമായ ജീവൻ. ഇതാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഈ ബന്ധം, ദൈവവുമായുള്ള ബന്ധം. അപ്പോൾ അറിവിൻ്റെ വൃക്ഷം ശാശ്വതമായ ഒരു തത്വത്തിലേക്കാണ് കൈ ചൂണ്ടുന്നത്. യഥാർത്ഥ ജീവൻ, സമൃദ്ധമായ ജീവൻ നിലനിൽക്കുന്നുണ്ട്. സ്രഷ്ടാവും പിതാവുമായ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ മാത്രമേ ഈ സമൃദ്ധമായ ജീവൻ നമുക്ക് പ്രാപിക്കാൻ നോക്കൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും തൃപ്തിയാകുന്നില്ല. കാരണം നമുക്ക് സമൃദ്ധമായ ജീവൻ ഇല്ലാത്തത് കൊണ്ടാണ്. സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്നത് സ്രഷ്ടാവും പിതാവുമായ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നതാണ്. അതിനാൽ ദൈവം പാപമല്ല മനുഷ്യനിൽ നിന്ന് ആഗ്രഹിച്ചത്. പാപത്തിന് കാരണഭൂതനും ദൈവമല്ല. അതേസമയം അറിവിൻ്റെ വൃക്ഷം ദൈവത്തിൻ്റെ കൃപയുടെ ഉയരവും ആഴവും പരപ്പും നമ്മളെ അറിയിക്കുന്നുണ്ട്. ഈ പാപം ഇല്ലായിരുന്നെങ്കിൽ എന്താണ് പാപമോചനം, എന്താണ് വീണ്ടെടുപ്പ്, എന്താണ് ഉത്ഥാനം, എന്താണ് ദൈവം തൻ്റെ മനുഷ്യാവതാരം, ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകില്ലായിരുന്നു. പാപം നല്ലതായിരുന്നു എന്നല്ല ഇതിനർത്ഥം. പ്രത്യുത തിന്മയ്ക്ക് പോലും ദൈവത്തിൻ്റെ പദ്ധതിയെ തകിടം മറിക്കാനോ അവൻ്റെ കണ്ണിൽ നിന്ന് ആർക്കിൽ ഒളിച്ചോടാനോ പറ്റാത്ത വിധം ദൈവം പരമാധികാരിയാണെന്ന് തെളിയിക്കുകയാണ്. മനുഷ്യൻ്റെ തിന്മയ്ക്ക് പോലും ദൈവത്തിൻ്റെ പദ്ധതി തകിടം മറിക്കാൻ കഴിയില്ല. അതുപോലെ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ ആർക്കും കഴിയില്ല. ദൈവത്തിൻ്റെ നിയന്ത്രണത്തെ പിടിവിട്ട് നടക്കാനും കഴിയില്ല. ചരിത്രത്തിൻ്റെ ചരട് ഇപ്പോഴും ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ അറിവിൻ്റെ വൃക്ഷം പഠിപ്പിക്കുന്നത് ഇവയെല്ലാമാണ്. 1, സ്നേഹം വെറും ഒരു വികാരമല്ല, തീരുമാനമാണ്. അനുസരണം അല്ലെങ്കിൽ ധിക്കാരം, അതാണ് സ്നേഹത്തിൻ്റെ നിർവചനം. എന്നും ഇങ്ങനെയൊരു തീരുമാനത്തിന് മുമ്പിലാണ് നാം നിൽക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നാണ് അർത്ഥം. ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും നാം തീരുമാനമെടുക്കുമ്പോൾ അത് ദൈവത്തെ സ്നേഹിക്കാനോ ധിക്കരിക്കാനോ ഉള്ളതാണ്. ഇപ്പം നമ്മൾ അനാവശ്യമായിട്ടൊന്ന് ദേഷ്യപ്പെട്ടെന്ന് വിചാരിക്കുക, അതുപോലും ദൈവത്തെ ധിക്കരിക്കാനുള്ള ഒരു തീരുമാനമാണ്. അങ്ങനെയാണത്. അപ്പം സ്നേഹം വെറും ഒരു വികാരമല്ല, തീരുമാനമാണ്. ആ തീരുമാനം എന്ന് പറയുന്നത് അനുസരണം അല്ലെങ്കിൽ ധിക്കാരം.
ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവൻ അനുസരിക്കുക എന്നാണ് അർത്ഥം. അത് അടിമയാകുന്നതല്ല. 2, സുഖകരമായ ഒരു അനുഭവം വാഗ്ദാനം ചെയ്യുകയാണ് പാപം എപ്പോഴും ചെയ്യുന്നത്. പാപം ഒരിക്കലും തിന്മയായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. സ്ത്രീയുടെ മുമ്പിൽ ഇല്ലേ ആ വൃക്ഷത്തിൻ്റെ പഴം ഇല്ലേ ആസ്വാദ്യമാണ്, കണ്ണിന് കൗതുകരമാണ്, അറിവേഗൻ കഴിയുമെന്നതിനാൽ അഭികാമ്യമാണ്. ഇങ്ങനെയൊക്കെയാണ് പഴം, വൃക്ഷത്തിൻ്റെ കനി സ്ത്രീയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഏത് പാപവും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് സുഖകരമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നുള്ളൊരു ഒരു പരസ്യത്തോടു കൂടിയാണ്. പക്ഷെ നൽകുന്നതോ അടിമത്തമാണ്. പരസ്യം എങ്ങനെയാണ് ഇല്ലേ? നിങ്ങൾ എന്താണ് ഇന്ന സംഗതി പുരട്ടിയാൽ നിങ്ങൾ വെളുക്കും, എന്നിട്ട് പുരട്ടി കഴിഞ്ഞാലോ വെളുക്കും ചില സ്ഥലങ്ങളിൽ മാത്രം പാണ്ട്. അപ്പം പരസ്യം അതാണ് പാപം ചെയ്യുന്നത്. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നത് അടിമത്തമാണ്. തങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്തൊരനുഭവമാണ് സാത്താൻ ആദാമിനും ഹവ്വയ്ക്കും വാഗ്ദാനം ചെയ്തത്. ഹവ്വ ആദാമിന് വാഗ്ദാനം ചെയ്തത് അതൊക്കെ തന്നെയാണ്. ദൈവം ആ വലിയ നന്മ അവരിൽ നിന്ന് മറച്ചു പിടിക്കുകയാണെന്നും അവർക്കത് വിലക്കിയിരിക്കുകയാണെന്നും പിശാച് തട്ടിവിട്ടു. അത് ദൈവത്തിൻ്റെ അസൂയായിരുന്നു, ദൈവത്തിൻ്റെ കുശുമ്പായിരുന്നു എന്നൊക്കെ. എന്നാൽ ആ അറിവിൻ്റെ കനി തിന്നാൽ വികസനമുണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത്. ഈ സാത്താൻ പറഞ്ഞത് നിങ്ങൾ വികസിച്ച് ദൈവത്തെ പോലെയാകും. വികസനം വരുന്നു. ഇതാണ് പാപം വാഗ്ദാനം ചെയ്തത്, സാത്താൻ വാഗ്ദാനം ചെയ്തത്. എന്നാൽ ദൈവത്തെ ധിക്കരിച്ചതിലൂടെ, അനുസരണക്കേടിലൂടെ സംഭവിച്ചത് വീഴ്ചയാണ്, വികസനമല്ല. വീഴ്ചയാണ് സംഭവിച്ചത്, വികസനമല്ല. നാണക്കേടാണ് സംഭവിച്ചത്, വേർപാടാണ്, മരണമാണ്. ഇന്നും തിന്മ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ. അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മായാ പ്രപഞ്ചം, അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. പരിധികളോ നിയന്ത്രണങ്ങളോ ഇല്ലാത്ത ലോകം വാഗ്ദാനം ചെയ്യുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ ചാച്ചിലുകൾ നീ പിന്തുടരുക, ഇതാണ് പറയണത്. നിന്റെ ഹൃദയത്തിൻ്റെ ചാച്ചിലുകളെ. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാകും? നാം അടിമത്തത്തിലേക്ക് വീഴുന്നു. അടിമത്തത്തിലേക്ക് വീഴുക മാത്രമല്ല, പിന്നെ അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത വിധം പാപം ശീലമായി മാറുന്നു. ദുശീലമെന്ന് നമ്മൾ പറയുന്നു. പാപം ശീലമായി മാറുന്നു. അതാണ് അടിമത്തം. അതിൽ നമുക്ക് കരകയറാൻ പറ്റുന്നില്ല. അത് നമ്മൾ ശൂന്യതയിലാക്കുന്നു. ഈ വാഗ്ദാനങ്ങൾ, പാപം ചെയ്യുന്ന നൽകുന്ന വാഗ്ദാനങ്ങൾ ഒരിക്കലും പോലും യാഥാർത്ഥ്യമായി ഒത്തുപോകുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. വാഗ്ദാനം ചെയ്യുന്ന സംഗതി നൽകാൻ പാപത്തിന് ഒരിക്കലും കഴിയില്ല. മാത്രമല്ല, പാപത്തിന് വിധേയപ്പെട്ടാൽ അത് നമ്മിൽ നിന്ന് ഈടാക്കുന്നത് വലിയ വിലയാണ്, മരണം. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ തരത്തിലുള്ള മരണം. 3, യഥാർത്ഥ ജീവനിലേക്കുള്ള വഴി അനുസരണമാണ്. യഥാർത്ഥ ജീവനിലേക്കുള്ള വഴി അനുസരണമാണ്. ദൈവത്തെ അനുസരിക്കുന്നതിലൂടെയാണ് ശാശ്വതമായ ജീവൻ ലഭിക്കുക. ഈ സത്യമാണ് ആദം നിഷേധിച്ചത്. ദൈവത്തെ അനുസരിക്കുന്നതിലൂടെയാണ് ശാശ്വതമായ ജീവൻ ലഭിക്കുക. ഈ സത്യമാണ് ആദം നിഷേധിച്ചത്. ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ ലിറ്റർജിയുടെ കാര്യം അനുസരിക്കാണ്ട് നടക്കുന്നില്ലേ? അവരും നിഷേധിക്കുന്നതൊക്കെ തന്നെയാണ്. ആദാമിൻ്റെ അതേ വഴിയിലാണ്. തങ്ങളുടെ മനസ്സ് പറയുന്നത് മാത്രം അനുസരിക്കാൻ ആദാമും ഹവ്വയും തീരുമാനിച്ചു. നമ്മുടെ ആളുകളെ പോലെ തന്നെ അത് അവരെ മരണത്തിൽ എത്തിച്ചു. എന്നാൽ ആദാമിൻ്റെ വിപരീത ദിശയിലാണ് ക്രിസ്തു. അവൻ മരണം വരെ അനുസരിച്ചു. ഫിലിപ്പിയ ലേഖനം 2:6-8 വരെ മരണം വരെ അനുസരിച്ചു. അതിലൂടെ അവന് മാത്രമല്ല തേജസ് ഉണ്ടായത്, മനുഷ്യവംശത്തിന് മുഴുവനുമാണ്. നാം നമ്മുടെ രീതിയിൽ ജീവിക്കുന്നതിലല്ല, ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നതിലാണ് ജീവന്റെ സമൃദ്ധി അനുഭവിക്കാൻ കഴിയുക. ഇതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. നാം നമ്മുടെ രീതിയിൽ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, നാം നമ്മുടെ രീതിയിൽ ജീവിക്കുന്നതല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ചാച്ചുകളനുസരിച്ച് ജീവിക്കുന്നതിലല്ല, ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നതിലാണ് ജീവന്റെ സമൃദ്ധി. നിയന്ത്രണമാണ് അനുസരണമെന്ന് തോന്നാം, വാസ്തവത്തിൽ അത് സംരക്ഷണമാണ്. നിയന്ത്രണമല്ല അനുസരണം, സംരക്ഷണമാണ്. അവസാനമായിട്ട്, ഏദൻ തോട്ടത്തിലെ കഥ പാപത്തിലല്ല അവസാനിക്കുന്നത്, കുരിശിലാണ്. ഞാൻ അതൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഏദൻ തോട്ടത്തിലെ കഥ അവസാനിക്കുന്നത് പാപത്തിലല്ല, കുരിശിലാണ്. കുരിശാണ് യഥാർത്ഥ ഉത്തരം, അറിവിൻ്റെ വൃക്ഷത്തിനുള്ള ശരിക്കുള്ള ഉത്തരം. ശാപത്തിലേക്കുള്ള കവാടമാണ് ആദാം തുറന്നതെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ അനുഗ്രഹത്തിലേക്കുള്ള വാതിലാണ് യേശു തുറന്നത്. ശാപത്തിൻ്റെ കവാടമാണ് ആദാം തുറന്നതെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ കൃപയുടെ വാതിലാണ് യേശു തുറന്നത്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കും. അവൻ, സ്ത്രീയുടെ സന്തതി, സ്ത്രീയുടെ വിത്ത് നിന്റെ തല തകർക്കും. നിനക്ക് അവൻ്റെ കുതികാൽ പരിക്കേൽപ്പിക്കാനേ കഴിയൂ. അതായത് മനുഷ്യന്റെ അനുസരണക്കേടിന്റെ ശിക്ഷയും ഭവിഷ്യത്തും യേശു കുരിശിൽ തൻ്റെ മേൽ തന്നെ ചുമക്കുകയും മനുഷ്യന് വിധിക്കപ്പെട്ടിരുന്ന മരണശിക്ഷ റദ്ദാക്കുകയും ചെയ്തു.
ദൈവം മനുഷ്യനെ കൈവിട്ടില്ലെന്ന് കുരിശ് സ്പഷ്ടമാക്കുന്നു. കുരിശിൽ അവൻ നമ്മുടെ കഥ, മനുഷ്യന്റെ കഥ വീണ്ടും എഴുതുകയായിരുന്നു തൻ്റെ അനന്തമായ കൃപയുടെ തൂലിക ഉപയോഗിച്ച്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.